ഇത് നമ്മുടെ ആദ്യത്തെ ട്രാവൽ വ്ലോഗ് ആണ് കേട്ടോ. ഇങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യാൻ മാത്രമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കാരാപ്പുഴ ഡാമിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോകുന്ന റൂട്ടിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഫിഷറീസിന്റെ ഒരു പബ്ലിക് അക്വേറിയം ആണ്. അഡൽട്ട് ആണെങ്കിൽ എൻട്രി ഫീസ് ഒരു 20 രൂപ വരുന്നുണ്ട് കേട്ടോ. പുറത്തൊക്കെ അടിപൊളിയായിരുന്നു. ഇനി ഉള്ളിലോട്ട് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ കാണുന്നത് ഒരു പാരറ്റ് ഫിഷിന്റെ ടാങ്ക് ആണ് കേട്ടോ. അത്യാവശ്യം പാരറ്റ് ഫിഷ് ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള സെറ്റപ്പ് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോർമലി തോന്നാറുള്ളത് ഇത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ഫിഷ് ഹോബിസ്റ്റ് ആണ് നിങ്ങൾക്കും തോന്നുന്ന കാര്യമാണ്. ഇപ്പൊ പാരറ്റ് ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു അടിപൊളി ജയന്റ് ഗൗരനെ കാണാനായിട്ട് വരും. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനോ വെറൈറ്റി ഫിഷിനെ കാണാനൊന്നും വിചാരിച്ച് ഇങ്ങോട്ട് കയറരുത്. ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ കണ്ടുവരുന്ന ഫിഷസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവിടെ വരണം, ഇവിടെ കയറണം അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ജയന്റ് ഗൗരാമിനെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ കാർപ്പോറേറ്റീസ് കുറച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ടെട്രാസ് കിടക്കുന്നുണ്ട്. റെട്ടൈൽ ക്യാറ്റ് ഫിഷിനെ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് അവർ അരോണയെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഫിൽട്രേഷൻ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണ്. പക്ഷെ നമുക്ക് ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വളർത്തിക്കൊണ്ടിരുന്ന പോളാർ ബ്ലൂ, പോളാർ വൈറ്റ് ഈ ഫിഷിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നൊസ്റ്റ അടിച്ചത് നമ്മുടെ ഈ കോയി ഗപ്പിനെ കണ്ടപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ തോട്ടിലെ സുന്ദരിമാരായ മിസ് കേരള ഫിഷിനെ കണ്ടപ്പോഴാണ് കേട്ടോ. ഇതിന്റെ പുറമേക്കുള്ള ഡിമാൻഡ് ശരിക്കും ഒരു പ്ലാനഡ് ഒക്കെ ഒരു ഹോബിസ്റ്റ് ആണ്, നിങ്ങൾക്ക് കറക്റ്റ് അറിയായിരിക്കും. ലാസ്റ്റ് റോക്കിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു അലിഗേറ്റർകാരനെ കാണാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഷെവൽനോസ് കാറ്റ് ഫിഷിനെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിന്റെ തൊട്ട് ബേക്കിലായിട്ട് ഫിഷിന്റെ ഒരു ഹാച്ചറി ഉണ്ട്. അവിടേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാരാപ്പുഴ വരുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കയറി നോക്കാവുന്നതാണ്.